ഡയറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മധുരം കഴിക്കാൻ തോന്നിയണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ കുറച്ച് ഷുഗർ ഫ്രീ ഐറ്റംസ് ഞാൻ പരിചയപ്പെടുത്തരാം. പാർട്ട് 1 ഐസ്ക്രീം. ഇപ്പോൾ ഒരുപാട് ഐസ്ക്രീം ബ്രാൻഡ്സ് ഈ ഷുഗർ ഫ്രീയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം മെർസിലീസും ക്യാമറയൊക്കെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ക്യാമറയുടെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഇല്ല. ഞാൻ കഴിച്ചു നോക്കി. മെർസിലീസിന്റെ കൊള്ളാം, പക്ഷെ 90 രൂപയാണ് വില. ഞാൻ സജസ്റ്റ് ചെയ്യണത് നിങ്ങൾ അമൂൽ ഓർ മിൽമ മേടിക്കാം. അത് മിൽമയുടെ 20 രൂപ വരെ നമുക്ക് ഐസ്ക്രീം അവൈലബിൾ ആണ്. പക്ഷെ എല്ലാ സ്ഥലത്തൊന്നും കിട്ടൂല. എസ്എംപുരത്ത് ഒരു ഷോപ്പ് ഉണ്ട്, അവിടെ കിട്ടുമെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ അമൂലിന്റെ പല ഐറ്റംസും കിട്ടുന്നത് ചെറായിലുള്ള ഒരു അമൂൽ പാർലർ ഉണ്ട്, അവിടെ എല്ലാ ഐറ്റംസും കിട്ടും. ഈ അമൂൽ പാർലറിൽ അവിടെ കുൽഫി അവൈലബിൾ ആണ്. വേറെയും കുറെ ഷുഗർ ഫ്രീ ഐറ്റംസ് അവൈലബിൾ ആണ്, അത് പിന്നീട് പറയാം. പിന്നെ ഐസ്ക്രീം ഈ വാനില മാത്രമല്ല, പല ഫ്ലേവേഴ്സിലും അവൈലബിൾ ആണ്. പിന്നെ സ്മാർട്ട് പോയിന്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ മിക്കപ്പോഴും ലാസയുടെ ഷുഗർ ഫ്രീ ഐസ്ക്രീംസ് കാണാറുണ്ട്. അതുപോലെ ലുലു മാളിൽ എല്ലാവരും ഉണ്ടാവും. ഇത് കഴിച്ച ഒട്ടും കാലറി കയറൂല, ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാവില്ല എന്നൊന്നല്ല ഞാൻ പറയണത്. പക്ഷെ കമ്പാരിറ്റീവ്ലി ഷുഗർ വെച്ച് നോക്കുമ്പോൾ ഇത് ഫാർ ബെറ്റർ ആണ്. പിന്നെ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഷുഗർ ഫ്രീ ഐസ്ക്രീംസ് ഇടുന്ന ഷോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ. കാരണം ഒരുപാട് ആളുകൾ ഇപ്പോൾ അത് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. എൻ്റെ ഏരിയയിലുള്ള ഷോപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഐസ്ക്രീംസ് കൂടാതെ വേറെ ഇഷ്ടം പോലെ ഷുഗർ ഫ്രീ ഐറ്റംസ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇത് പാർട്ട് 2 ആണ്. ഷേക്ക് മോസ്റ്റ്ലി എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഡെസി കൂപ്പേ പോയിട്ട് മധുരം ഇടണമെന്ന് പറഞ്ഞിട്ട് ഒരു വേ പ്രോട്ടീൻ ഷേക്ക് പറഞ്ഞാൽ മതി. അതിൽ ആക്ച്വലി ഈന്തപ്പഴം ഉള്ള കാരണം തന്നെ നമുക്ക് മധുരം ഇടണമെന്ന് നിർബന്ധമില്ല. നമുക്ക് അല്ലാണ്ടും കുടിക്കാൻ നല്ല ടേസ്റ്റുമാണ്. പിന്നെ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ചെറായിലുള്ള അമൂൽ പാർലറിൽ പോയിട്ട് അമൂലിന്റെ തന്നെ ചോക്ലേറ്റ് ഇട്ടിട്ട് ഒരു ഷേക്ക് അടിച്ചു തരും. അത് അടിപൊളിയാണ്. പിന്നെ അവിടെ തന്നെ അമൂലിന്റെ ചോക്ലേറ്റ് ഇടാതെ ഒരു വാനില ഷേക്ക് അടിക്കും, അത് കൊള്ളൂല. പിന്നെ അവിടെ വേറെ കുറച്ച് മിൽക്ക് ജ്യൂസസ് അവൈലബിൾ ആണ്. അതുകൂടാതെ ഷുഗർ ഫ്രീ ലസ്സി ഉണ്ട്. ലസ്സി ഞാൻ കുടിച്ചു നോക്കിയിട്ടില്ല. ഈ ബാക്കി 2 ജ്യൂസസ് ഞാൻ കുടിച്ചു നോക്കിയിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം അതിന് അത്ര മധുരമില്ല. അതാണ് സംഭവം. പിന്നെ സ്റ്റോറിയുടെ ഷുഗർ ഫ്രീ ജ്യൂസ് ഉണ്ട്, അത് അതേപോലെ വേറെ 1-2 ബ്രാൻഡ്സ് ഉണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് തോന്നിയിട്ടില്ല. ഒട്ടും ടേസ്റ്റ് ഇല്ലാന്ന് തോന്നിയ ഒരു ഐറ്റമാണ് പേപ്പർ ബോട്ടിന്റെ ഒരു ഐറ്റം ഉണ്ട്, ഞാനിവിടെ കാണിക്കാം. അത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒട്ടും മധുരവും ഇല്ല, ഭയങ്കര പുളിയൊക്കെ ആയിരുന്നു. പിന്നെ അവിൽ മിൽക്ക് അവൈലബിൾ ആണ് കേട്ടോ, ഷുഗർ ഫ്രീ. അത് നമുക്ക് പ്രത്യേകിച്ച് മധുരം ഇട്ടില്ലെങ്കിലും നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ സാധനമാണ്. ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു പ്രത്യേകതരം ഷേക്കാണ് ഇത്. ഞാൻ കണ്ടുപിടിച്ചൊന്നുമല്ല, ഞാനിപ്പോൾ ഇച്ചിരി കസ്റ്റമൈസ് ചെയ്താണ് ഇത് ചെയ്യണേന്ന് മാത്രം. അത് നമുക്ക് കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇതിലിടാം. ഡേറ്റ്സും പഴവുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. അത് രണ്ടും നമുക്ക് എന്തായാലും വേണം. ഒരു 4-5 ഡേറ്റ്സ് ഇടാം, 2 പഴം ഇടാം, ചെറിയ പഴം. ഇനിയിപ്പോൾ ഏത്തപ്പഴം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകുതി ഇടാം, വേണമെങ്കിൽ 1/4 ഇടാം. കുറച്ച് നട്ട്സ്, എന്തൊക്കെ നട്ട്സ് കൈ കിട്ടണോ അതൊക്കെ എടുത്തിടാം. ഞാൻ തൽക്കാലം കാശ് വേണ്ടി മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇടാം. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പ്രോട്ടീൻ പൗഡർ ഇടാം. ടോണ്ട് മിൽക്ക് ഒഴിക്കാം. സാധാ പാലൊഴിച്ച് അത്ര ടേസ്റ്റ് വരാറില്ല, അപ്പോൾ എന്തെങ്കിലും ടോണ്ട് മിൽക്ക് ഒഴിക്കാം. ഇനി ഈ മിൽക്ക് അലർജി ആണെന്നുണ്ടെങ്കിൽ ഓട്ട് മിൽക്ക് ഒഴിക്കാം. ഇനി അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് വരെ വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം. പാലൊഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം നല്ല കട്ടിയിൽ കിട്ടും. അത് ഒരെണ്ണം കുടിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് വിശക്കുകയും ഇല്ല. അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും കയറുകയും ചെയ്യും. പിന്നെ ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഇടാം. അപ്പം മധുരമായില്ലേ നിങ്ങൾ വിചാരിക്കും, പക്ഷെ നമുക്ക് ഷുഗർ ഫ്രീ ചോക്ലേറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ്സിനെ പറ്റിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഐറ്റംസ് പോലെ അല്ല ചോക്ലേറ്റ്സ്. കാരണം നേരത്തെ പറഞ്ഞതിനൊക്കെ നല്ല മധുരമുള്ള ടൈപ്പ് ആയിരുന്നു. ഈ ചോക്ലേറ്റ്സിലെല്ലാം ഡാർക്ക് ചോക്ലേറ്റ് വന്നത്, അതിന് ഭയങ്കര കയ്പാണ്. ഒട്ടും മധുരമില്ലാത്ത ഷുഗർ ഫ്രീ തന്നെയാണ്, ആക്ച്വലി ഷുഗർ ഫ്രീ ആണ് അതൊക്കെ. ഉള്ളതിൽ കൊള്ളാവുന്നത് അമൂലിന്റെ ഒരു ചോക്ലേറ്റ് ആണ്. അത് കൂടുതൽ ഈ ഷെയ്ക്സിലും കാര്യത്തിൽ അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു ഡിലൈറ്റിന്റെ ഒരു ഹേസൽനട്ട് ചോക്ലേറ്റ് ഉണ്ട്, അത് ഒട്ടും സുഖമായിട്ട് തോന്നിയില്ല. എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടത് ഡിച്ച് ദ ഗിൽട്ട് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. അത് ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്ത് കഴിച്ചു നോക്കിയതാണ്. അത് അത്യാവശ്യം കൊള്ളാം. ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി അത് ഗുഡാണ്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ലിങ്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി, ഞാൻ അയച്ചുതരാം. ഈ ഓട്ടോമേഷൻ പരിപാടി അറിയാൻ പാടില്ല, ഞാൻ സെറ്റ് ചെയ്ത് നോക്കട്ടെ. ചോക്ലേറ്റിനെ പറ്റി പറഞ്ഞാൽ അത് രണ്ടുമാണുള്ളത്. വേറെ അധികം ചോക്ലേറ്റ്സ് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തു. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുക്കീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമൂലിന്റെ ഒരു കുക്കീസ് ഉണ്ട്, ബ്രിട്ടാനിയയുടെ കാഷ്യൂ കുക്കീസ്. അത് അടിപൊളിയാണ്, അതും നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഇത് കൂടാതെ പാർലയുടെയും ബ്രിട്ടാനിയയുടെയും വേറെ ഷുഗർ ഫ്രീ ഐറ്റംസ് ഉണ്ട്, പക്ഷെ അതൊക്കെ ഒട്ടും മധുരമില്ലാത്ത ടൈപ്പാണ്. ഞാൻ പറഞ്ഞ ഈ 2 ഐറ്റംസ് അത്യാവശ്യം നല്ല മധുരമുള്ള ടൈപ്പ് തന്നെയാണ്. പിന്നെ ലുലുവിൽ ഒരു ബിസ്ക്കറ്റ് കിട്ടും, അത് കൊള്ളാം. ക്രീം ബിസ്ക്കറ്റ് ആണ്, അതിന് നല്ല മധുരം ഫീൽ ചെയ്യും. മസ്റ്റായിട്ട് ട്രൈ ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് മിൽമയുടെ പേട. മിൽമയുടെ ഐറ്റംസ് ഒക്കെ എനിക്ക് തോന്നുന്നു ഷുഗർ ഉള്ളതിനേക്കാളും അടിപൊളിയാണ് ഷുഗർ ഇല്ലാത്തത്. പിന്നെ ഓർബിറ്റിന്റെ ഗംസ് ഷുഗർ ഫ്രീ ആണ്. അതുകൂടാതെ സോഫ്റ്റ് ഡ്രിങ്ക്സിനെ പറ്റി ഞാൻ അധികം പറയണില്ല, കാരണം എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. കൊക്കോകോള, പെപ്സി, മിറിൻഡ, 7up അങ്ങനെ എല്ലാത്തിനും ഷുഗർ ഫ്രീ ഉണ്ട്. ഗുലാബ് ജാമുൻ അവൈലബിൾ ആണ് ഷുഗർ ഫ്രീ. അത് നല്ല ടേസ്റ്റ് ആണ്. ഇതൊക്കെ ഒരു മസ്റ്റ് ട്രൈ ഓപ്ഷൻ ആണ് നമുക്ക് ഷുഗർ റീപ്ലേസ് ചെയ്യാൻ തോന്നുമ്പോൾ.
പിന്നെ മിറാക്കിൾ ഫ്രൂട്ട് ഒരു നല്ല ഓപ്ഷനാണ്. അത് കഴിച്ച് കഴിഞ്ഞാൽ നാരങ്ങ പോലും മധുരമായിട്ട് തോന്നും. മുളക്, നാരങ്ങ, പാവക്ക ഇതൊക്കെ കഴിച്ച് ടെസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചെക്കൗട്ട് ചെയ്താൽ. പിന്നെ ഇത് ഹെൽത്തി ആണോ, ഡയബറ്റിക് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഷുഗർ ഫ്രീ ഐറ്റംസിൽ ഷുഗർ അല്ലാതെ മധുരത്തിന് വേണ്ടി കുറച്ച് ഐറ്റംസ് ചേർക്കും. അത് മെയിൻലി സ്റ്റീവിയ, മാൽറ്റിറ്റോൾ, സുക്രലോസ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ആണ്. അതിൽ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം സ്റ്റീവിയ ആണ്. പ്ലാന്റ് ബേസ്ഡ് ആണ്, മോർ ബെറ്റർ ആണ്, മോർ ഹെൽത്തി ആണ്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന് കഴിച്ച് കഴിയുമ്പോൾ ലൈറ്റായിട്ടൊരു കയ്പ്പ് ഫീൽ ചെയ്യും. ഐസ്ക്രീംസിലും ബാക്കിയുള്ള ഐറ്റംസിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത് മാൽറ്റിറ്റോൾ, സുക്രലോസ് ഇങ്ങനത്തെ ഐറ്റംസ് ആണ്. കാരണം അതിൽ ഈ കയ്പ്പ് ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെറുതായിട്ട് ചെറിയ രീതിയിൽ വയറുവേദന എടുക്കാം അങ്ങനെ. പിന്നെ ഇത് ഡയറ്റ് ചെയ്യണവർക്കും ഡയബറ്റീസ് ഉള്ളവർക്കും നല്ലതാണോ എന്ന് ചോദിച്ചാൽ, ഡയബറ്റീസ് ഉള്ളവർക്ക് മധുരം കഴിക്കണം നല്ലതല്ല. എപ്പോഴെങ്കിലും ഷുഗർ കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് കഴിച്ചാൽ മതി. വല്ലപ്പോഴും ഒക്കെ നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാം. ഷുഗറിനേക്കാൾ ബെറ്റർ ആണ് എന്ന് വെച്ചിട്ട് റെഗുലർലി ഇരുന്ന് മധുരം ഇല്ലാന്ന് പറഞ്ഞിരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടിയിലാവും. പിന്നെ ഡയറ്റ് ചെയ്യണവർക്ക് നിങ്ങൾ നോക്കേണ്ടത് ഷുഗർ ഉണ്ടോ ഇല്ല എന്നല്ല, കാലറി ഉണ്ടോ എന്ന് നോക്കണം. ഷുഗർ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ കാലറി ഇമ്പോർട്ടൻ്റ് ആണ്. അമൂലിൻ്റെ ഷുഗർ ഫ്രീ ചോക്ലേറ്റ് മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ 500 സംതിങ് കാലറീസ് ഉണ്ട് അതിൽ. അപ്പം അത് ഒരിക്കലും നല്ലൊരു ഓപ്ഷൻ അല്ല. അപ്പം അത് നിങ്ങൾ നോക്കുക, കാലറി നോക്കുക, ഓരോന്നിൽ എഴുതിയേക്കുന്ന സാധനങ്ങൾ വായിച്ചു നോക്കിയിട്ട് കഴിക്കാം. പിന്നെ ഇതിന്റെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ബയോയിലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിലോട്ട് പോകാം. എന്നിട്ട് നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇതിൽ കമന്റ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് എന്താണോ ശരിയോ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ഐറ്റംസിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓൾറെഡി